ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ന്യൂ വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. തമ്മിൽ കണ്ട പോലെ പഴയ റൂമിൽ നിന്ന് നമ്മൾ പുതിയ റൂമിലേക്ക് വേറെ റൂമിലേക്ക് മാറുന്ന, അപ്പോൾ ഇവിടുത്തെ സാധനങ്ങൾ കാര്യമെല്ലാം പാക്ക് ചെയ്യണം, പുതിയ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഒരു 2 ദിവസത്തെ വ്ളോഗായത് ഷിഫ്റ്റിങ്ങും കാര്യമെല്ലാം അടങ്ങിയിട്ടുള്ള. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മൾ റൂം നോക്കി നടക്കുന്ന വീഡിയോവും ഞാൻ ബ്ലോഗായിട്ടിട്ടിന്. അത് ഒരുപാട് പേര് കണ്ടിന്, ഇഷ്ടപ്പെട്ടിന്. അതുപോലെ എൻ്റെ ഈ വീഡിയോവും സപ്പോർട്ട് ചെയ്യണം. ഇത് കഴിഞ്ഞാൽ ഞാൻ ഒരു ഹോം ടൂർ വീഡിയോവും എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് എൻ്റെ റൂമല്ല, എൻ്റെ ഏട്ടത്തിൻ്റെ റൂമാണ്. ഏട്ടത്തിൻ്റെ എന്ന് പറയേണ്ട ആവശ്യമില്ല, എൻ്റെ റൂം പോലെ തന്നെ. അപ്പോൾ ഈ റൂം വരുന്നത് ഷാജഹാൻ നെഹദയില. ഇപ്പോൾ പുതിയ റൂം എടുത്തത് അബൂ ഷഗാരയില. അങ്ങനെ അപ്പോൾ ഇവിടുന്ന് മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൊല്ലത്തോളം ഇവിടെ നിന്ന് പെട്ടെന്ന് പോലെ റെൻറ്റ് ഒരുപാടങ്ങ് കൂട്ടി. അപ്പോൾ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താങ്ങൂലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കണ്ട, മാറാമെന്ന് വിചാരിച്ചിട്ട് മാറുന്നതാണ്. പണ്ട് എല്ലാവരും ഷാർജയില റൂം നിൽക്കൽ. ഷാർജയിൽ പൊതുവേ ദുബൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റെൻറ്റ് കുറവാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ദുബൈയും ഷാർജയും തമ്മിൽ റെൻറ്റിൽ വലിയ വ്യത്യാസം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നെ റൂമിൽ വന്ന് കൂട്ടി. പിന്നെ യൂനുവിന് പുറത്ത് കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ റൂമിലെത്തുമ്പോൾ ലേറ്റായിന്. അതുകൊണ്ട് തന്നെ മക്കൾ 3 ആൾക്കാരും ഉറങ്ങിപ്പോയിന്. കാറിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ മക്കളെല്ലാം ഉറങ്ങിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ വേഗം മക്കളെ കിടത്തി ബാക്കി ഒന്ന് വേഗം പെട്ടെന്ന് തന്നെ പറ്റുന്ന പോലെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. മക്കളുണ്ടായി കഴിഞ്ഞാൽ അടങ്ങാറാക്കിയിട്ട് ഒരു പണിയും നടക്കില്ല. അതുകൊണ്ട് തന്നെ വേഗം കുട്ടികൾ എണീക്കുന്നതിന് മുന്നേ സെറ്റാക്കാൻ പറ്റുന്നതെല്ലാം സെറ്റാക്കി വെക്കാന്നുള്ള രീതിയിൽ ഓരോ ഫർണിച്ചർ ഇതുപോലെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ പരിപാടിയെല്ലാം ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. കുറേ സാധനങ്ങളെല്ലാം ഇതുപോലെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കണം. ഇല്ലെങ്കിൽ വണ്ടിയിൽ കയറുന്ന സമയത്ത് സോഫയെല്ലാം കീറി പോകുന്നതുകൊണ്ട് എല്ലാം കവർ ഇട്ടിട്ട് ടാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഡ്രസ്സെല്ലാം ഓൾറെഡി ഓള് കൊണ്ടുവച്ചതുകൊണ്ട് ഡ്രസ്സൊന്നും ആക്കണ്ട. ബാക്കി ഫർണിച്ചറെല്ലാം മൊത്തം ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഞായറാഴ്ച ലീവായതുകൊണ്ട് ഞായറാഴ്ച ഷിഫ്റ്റിങ് നടക്കും. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഞാൻ ഉച്ചാനി വന്ന് എല്ലാം പാക്ക് ചെയ്യും. ഇനിയിപ്പോൾ ഞായറാഴ്ച നാളെ രാവിലെ ലോറി വരും. നാളെ പുതിയ എല്ലാ സാധനങ്ങളും പുതിയ റൂമിലേക്ക് മാറ്റും. എന്നിട്ട് നാളെ തന്നെ പുതിയ റൂമിൽ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെക്കല ഇന്ന് രാത്രിത്തെ പരിപാടി. നമ്മളിവിടുന്ന് ഫർണിച്ചറെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന ഗ്യാപ്പിൽ ഓള് കിച്ചണിൽ കാർട്ടൂണിൽ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഓള് വീഡിയോയിൽ കാണാത്ത. പിന്നെ ഇച്ചാനി ഫർണിച്ചറിൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ കുറേ പരിപാടിയെല്ലാം ഇച്ചാനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ ഇച്ചാനി റാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫർണിച്ചറെല്ലാം ഇപ്പോൾ അലമാരയൊക്കെ കഴിഞ്ഞാലും ഇച്ചാനിക്ക് കഴിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇച്ചാനി ഡ്രില്ലറും കാര്യമെല്ലാം എടുത്തിട്ട് ഇച്ചാനി വന്നത്. അങ്ങനെ ചെടിയെല്ലാം മാറ്റി വെക്കുന്നുണ്ട്. ഓളടുത്ത് 2 നാച്ചുറൽ പ്ലാന്റ്സ് ഉണ്ട്, മണി പ്ലാന്റ്സും പിന്നെ ഒരു സ്നേക്ക് പ്ലാന്റും. അപ്പോൾ അതെല്ലാം മാറ്റി സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. അത് കാറിൽ കൊണ്ടുപോവാം, ലോറിയിൽ കൊണ്ടുപോകുന്നതാണെങ്കിൽ അതെല്ലാം പൊട്ടിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ റൂം മാറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം, ഒരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്ന പോലെ അല്ലേ. നമ്മൾ മെൻ്റലി ഒന്ന് സെറ്റാവണം. അതുപോലെ സാധനം മാറ്റുക, അവിടെ രണ്ടാമത് സെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പണിയുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്ക് മെൻ്റലി കുറച്ചൊരു ഒന്ന് സെറ്റായി വരണം പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു ഫീലിംഗ് ചെറുങ്ങനെ ഒക്കെ ഉണ്ട്. ഓള് 2-3 പ്രാവശ്യം മാറിയതാണ്. എന്നാലും പിന്നെയും അതൊരു പുതിയൊരു ഫീല് പോലല്ലേ, പറിച്ച് നടന്നൊരു ഫീല്. എനിക്ക് പിന്നെ അത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഞാനിപ്പോൾ ദുബൈ വന്ന മുതൽ ഇന്ന് വരെ 5 കൊല്ലമായിട്ട് ഒരു റൂമിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഞാനിതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഓള് 2-3 റൂം മാറിയതാ. എത്ര മാറിയാലും പിന്നെയും അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് പോലെയല്ല. അപ്പോൾ ഈ ഒരു ഇത് ഓളെ ഫേസിലുണ്ട്. എങ്ങനെയായിരിക്കും എന്നുള്ളൊരിത് ഓള് പറയാണ്ട് തന്നെ ഓളെ മുഖത്തുണ്ടേനൊരു ടെൻഷനും കാര്യവും.
അങ്ങനെ ഇച്ചാനി ഉഷാറായിട്ട് ഡ്രില്ലർ കൊണ്ട് കഴിക്കാൻ പറ്റുന്നതെല്ലാം കഴിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ തട്ടായി കഴിഞ്ഞാലും കർട്ടനായി കഴിഞ്ഞാലും എല്ലാം കഴിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ ഓരോരുത്തൊരു അക്യോറിയം ഉണ്ട്, പക്ഷേ അതിലുള്ള മോട്ടർ വെടുക്കായതുകൊണ്ട് 2 വലിയ മീനിനും അത് ചത്തുപോയി. അതിനിപ്പോൾ പുതിയൊരു അക്യോറിയം വാങ്ങിയിട്ട് പുതിയ റൂമിൽ സെറ്റ് ചെയ്യണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഈ അക്യോറിയം ഒഴിവാക്കിയിട്ട് വേറെ അക്യോറിയം വാങ്ങാമെന്നുള്ള രീതിയിൽ. ഹോളിലെ പരിപാടി അങ്ങനെ ഏകദേശം സെറ്റായി. എല്ലാ ഹാങ് ചെയ്ത സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച്, പിന്നെ സോഫയെല്ലാം റാപ്പ് ചെയ്ത് വെച്ച്, ടേബിൾ പിന്നെ റാപ്പ് ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ ലോറിയിൽ വെക്കുക എന്നുള്ള പ്ലാനിൽ. അപ്പോൾ അത് റാപ്പ് ചെയ്യേണ്ട പണിയില്ല. പിന്നെ ഷൂറാക്ക് ആണെങ്കിൽ പഴയതായ അത് പൊട്ടിപ്പോയി, അതുകൊണ്ട് അത് കളഞ്ഞിട്ട് പുതിയ ഷൂറാക്ക് ഓൾറെഡി ആ റൂമിൽ വാങ്ങി വെച്ചിന്. അങ്ങനെ ഹോളിൽ ഏകദേശം സെറ്റായി. ഇനിയിപ്പോൾ റൂമിൽ അലമാര കഴിച്ച് വെക്കണം. ബെഡ് മക്കൾ ഉറങ്ങുന്നതുകൊണ്ട് കഴിക്കാൻ പറ്റൂല. അങ്ങനെ അലമാര കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രില്ലറിൻ്റെ സൗണ്ട് ഇട്ട് അയ്മന് എണീച്ച്. പിന്നെ അയാനെല്ലാം അവിടെ ഉറങ്ങുന്നുണ്ട്. അയാനെല്ലാം എണീച്ചാൽ ഭയങ്കര പ്രശ്നമാവും. അങ്ങനെ അയ്മൻ എണീച്ച് വന്ന് കണ്ടിട്ട് ഓള് മെല്ലെ ഓനെ അതുപോലെ കിടത്തിയിട്ട് രണ്ടാമത് ഉറക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ഉറങ്ങി വരുമ്പോൾ അത് അടുത്ത ആൾ എണീച്ച് വന്ന് എമിന് എണീച്ച്. എമിന് പിന്നെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങേയില്ല. പ്രത്യേകിച്ചിട്ട് ഓൻ്റെ ഇക്കാനെ കണ്ടാൽ, ഇച്ചാനിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓൻ ഉറങ്ങേയില്ല. അങ്ങനെ എമിന് പിന്നെ എത്ര കളിച്ചിട്ടും ഉറങ്ങാൻ നിന്നിക്കില്ല. പിന്നെ ഓൻ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിക്ക്. പിന്നെ കുറച്ച് ഇടങ്ങാറായി, ഒന്നിനും സമ്മതിച്ചിട്ടില്ല. ഇച്ചാനി എടുക്കണം തന്നെയായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇച്ചാനി അതൊന്നും മൈൻഡാക്കായിട്ട് അലമാര ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അലമാര ഇതുപോലെ ഫുള്ള് കഴിച്ചിട്ട് റാപ്പ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കഴിച്ച് വെക്കലേ ഇച്ചാനിക്ക് അറിയൂ. സെറ്റ് ചെയ്യാൻ കുറച്ച് പണികളുണ്ട്. സെറ്റ് ചെയ്യാൻ നാളെ ഒരു കാർപ്പൻ്ററെ വിളിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേറെ ആളെ വിളിക്കാമെന്ന് വിചാരിച്ച്. ഇച്ചാനി കഴിക്കൽ മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എമിനാടെ നിന്ന് കരയുന്നുണ്ട്. ഇച്ചാനി എടുക്കണം എന്ന് തന്നെ പറഞ്ഞ് വാശി പിടിച്ച് കരയുന്നുണ്ട്. ഒന്ന് കൊടുത്തിട്ട് ഓനക്ക് വേണ്ട തന്നെ ഇച്ചാനി എടുത്താൽ മാത്രം മതി. ഓൻ എടുത്താലാണെങ്കിൽ പണി സ്റ്റോപ്പായി പോകുന്നതുകൊണ്ട് എടുക്കാനും പറ്റൂല. പെട്ടെന്ന് ഇത് ഇങ്ങനെ സമയം ഇങ്ങനെ ലേറ്റായി വരുന്നുണ്ട്. കിടക്കുകയും ചെയ്യണം. രാവിലെ വണ്ടിയും വരും. ബാക്കി പണി രാവിലെ ചെയ്യാനുണ്ട്. പിന്നെ പണി സ്റ്റോപ്പായി പോകും. പിന്നെ വേറെ ഓന് സമ്മതിക്കാത്തതുകൊണ്ട് ഇച്ചാനി കുറച്ച് നേരം ഓനെ എടുത്ത്, ഓളാണെങ്കിൽ ഓരോ ടാബും ടോയ്സ് എല്ലാം കൊടുത്തിട്ട് ഓനെ ഇങ്ങനെ മൂഡ് മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഒന്നിനും വഴങ്ങി തരുന്നില്ല. ലാസ്റ്റ് അയ്മൻ്റെ കുറേ ടോയ്സ് എടുത്ത് കൈ കൊടുത്തപ്പോൾ ഓക്കെ ആയി. കളിക്കാന്നുള്ള രീതിയിൽ ഓൻ കളിക്കാൻ വേണ്ടി ഇറങ്ങി. കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉഷാറാ, പ്രശ്നമൊന്നുമില്ല. അത് കളി തുടങ്ങാനാ പ്രശ്നം. അങ്ങനെ ഓന് ഓക്കെ ആയി. അപ്പോൾ നമ്മളെ വാർഡ്രോബെല്ലാം കഴിച്ച് നമ്മൾ നേരത്തെ ബാക്കിയെല്ലാം ചെയ്ത പോലെ തന്നെ അത് റാപ്പ് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ ബെഡെല്ലാം രാവിലെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. കിച്ചൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാ. കുറേയെല്ലാം ഓൾ എടുത്ത് വെച്ച് ബാക്കി എടുത്ത് വെക്കാനുണ്ട്. കുറേയെല്ലാം സെറ്റാക്കി. ഇനി ബാക്കിയുള്ളത് രാവിലെ ചെയ്യാന്നുള്ള രീതിയിൽ പണി നിർത്തി. കാരണം സമയം കുറേ ആയി. പിന്നെ എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. അപ്പോൾ പിന്നെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തിറങ്ങി. യൂണുമെല്ലാം ആണെങ്കിൽ ആ ടൈമിൽ ഉറങ്ങിപ്പോയിക്ക്. അയ്മനും അയാനും നല്ല ഉറക്കത്തില്ല. കൊണ്ട് നമ്മൾ മൂന്നാളും താഴെ പോയിട്ട് ഫുഡ് കഴിച്ച് വരാമെന്നുള്ള രീതിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വന്ന് നമ്മളെല്ലാം ഉറങ്ങി. ഇതിപ്പോൾ രാവിലെ ഫ്രഷ് ആകുന്ന ഇപ്പം വണ്ടി ലോറി വരുന്നു പറഞ്ഞിട്ട് ഇനിയിപ്പോൾ സാധനം എല്ലാം കയറ്റണം. ബാക്കിയുള്ള സാധനങ്ങൾ കഴിച്ച് സെറ്റാക്കി വെക്കുകയും ചെയ്യണം. ഫ്രഷ് ആവാൻ നിന്നിക്കില്ല, ഡ്രസ്സ് മാറ്റിക്കില്ലേ എന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും. ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നിക്കില്ല. ഇന്നലെ രാത്രി വരുമ്പോൾ ഇട്ട ഡ്രസ്സല്ലേ. പിന്നെ രാവിലെയും ഇനിയും ഇതന്നെയല്ലേ ചെയ്യാനുള്ളത്. അതുകൊണ്ട് രാത്രി ഡ്രസ്സ് മാറ്റാൻ നിന്നിക്കില്ല. അങ്ങനെ തന്നെ കിടന്നുറങ്ങി. ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അങ്ങനെ ബാക്കിയുള്ള പരിപാടിയും പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. മക്കളെല്ലാം എണീച്ചുകൊണ്ട് തന്നെ ബെഡെല്ലാം കഴിച്ച്, ബെഡും ഇന്നലെ വാർഡ്രോബ് കെട്ടി വെച്ചാലും അതെല്ലാം കെട്ടി വെച്ച് റൂമെല്ലാം ഒഴിഞ്ഞ് ബാക്കി കഴിക്കാനുള്ള സാധനങ്ങളും കഴിച്ചിട്ട് പണിക്കാർക്ക് ഇച്ചാനി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓൾവേസ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് സാധനം ഇങ്ങനെ ലോറിയിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. പിന്നെ റൂമിലെ ചുമരും ഹോളിലെ ചുമരൊന്നും നോക്കുക തന്നെ ചെയ്യേണ്ട. അയ്മനെ കുറച്ചും കൂടി ചെറുതായിരിക്കുന്ന സമയത്ത് നിറയെ കുത്തി വരുന്ന വെച്ചതാണ്. അങ്ങനെ ഓല് പോയ ഗ്യാപ്പിൽ ഇവിടുന്ന് കോറിഡോറിന്ന് ഓളെയും മക്കളെയും കയറ്റിയിട്ട് ഇച്ചാൻ ഇവിടുന്ന് റൈഡ് കളിക്കുന്ന അതും ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ മൊത്തം സാധനങ്ങളെല്ലാം ലോറിയിൽ കൊണ്ടാച്ച് പിന്നെ നമ്മൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ക്ലീനാക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ റൂമിൽ നിൽക്കുന്ന ടൈമിൽ എപ്പോൾ ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചിട്ട് നടന്നിക്കേയില്ല. അപ്പോൾ പിന്നെ പോകാനിറങ്ങിയ ടൈമിൽ പെട്ടെന്നൊരു ഹോം ടൂറും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. കറക്റ്റ് ഫുള്ളായിട്ടൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല, കാരണം ഇറങ്ങാൻ നേരത്തെ എടുത്തതല്ലേ. അതൊരു 1 BHK ഫ്ലാറ്റാണ്. ഇപ്പം പുതിയ എടുത്ത റൂമും 1 BHK ഫ്ലാറ്റാണ്. രണ്ടിലും 2 ബാത്റൂമും വരുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ നമ്മളിതാ പുതിയ റൂമിലെത്തി, അബൂഷാക്കാരിലുള്ള പുതിയ റൂമിലെത്തി. പിന്നെ ലോറിയും സാധനമെല്ലാം വന്ന് അങ്ങനെ ഓൾ അകത്ത് കയറി. പിന്നെ അകത്ത് കയറിയ സമയത്ത് നമ്മൾ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ നിന്നിക്കില്ല. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. പിന്നെ പണിക്കാർക്ക് ഓർക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഓർക്ക് ഫുഡ് വാങ്ങി കൊടുക്കണം, നമുക്ക് കഴിക്കാന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ അക്യോരം പുതിയ വാങ്ങാനുള്ളുണ്ട്. അങ്ങനെ ഒരു അക്യോരം, ഈ ഒരു അക്യോരം നമ്മൾ നോക്കി വെച്ച്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തു നിന്ന് വാങ്ങാനുള്ള രീതിയിൽ നമ്മളത് നോക്കി വെച്ച്, പിന്നെ ജസ്റ്റ് ഫിഷെല്ലാം ഒന്ന് നോക്കി വെച്ച്, പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പം തന്നെ ഉച്ചയായിക്ക്. അതുകൊണ്ട് നമ്മൾ നാസ്ത കഴിക്കാൻ വേണ്ടി നിന്നിക്കില്ല, മീൽസ് തന്നെ വാങ്ങിയിട്ട് കഴിച്ച്. നമുക്കെല്ലാവർക്കും വെജിറ്റേറിയൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മദ്രാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ആടെയാണ് കയറിയ. ഫസ്റ്റ് തന്നെ മീൽസ് ആണെങ്കിൽ കൂടി ഫസ്റ്റ് തന്നെ ചപ്പാത്തിയാണ് തന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചോറ് അങ്ങനെയാണ് തന്നത്. ഇങ്ങനെ ഞാനും എമ്മിനെല്ലാം കഴിക്കുന്നുണ്ട്, എമ്മിന് കൊടുക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാം കഴിഞ്ഞ് ഒഴുക്കും നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് കൊടുത്ത്. അപ്പോൾ തിരിച്ച് റൂമിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ ബെഡും അലമാരയെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിന്. ഓളിവിടുന്ന് സ്റ്റൗവെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട്. പണിക്കാരെ കൊണ്ട് തന്നെ മേലെ കയറ്റി വെപ്പിക്കേണ്ടിയിട്ട് വാഷിംഗ് മെഷീനൊന്ന് അവിടെ മേലെ കയറ്റി വെക്കണം. പിന്നെ കാർപ്പൻ്റർ പണി ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് ഡ്രസ്സുകളെല്ലാം പെട്ടികളെല്ലാം റൂമിൽ വെക്കുന്നുണ്ട്. കാരണം അതെല്ലാം ഡ്രസ്സ് വെച്ച സാധനങ്ങളാണ്. പിന്നെ അവിടെ ഫ്രെയിമെല്ലാം വെപ്പിച്ച് അതിലേനി ഫോട്ടോസെല്ലാം വെച്ച് സെറ്റാക്കണം. അങ്ങനെ കാർപ്പൻ്റർക്ക് കുറേ ചില്ലറ പണിയുണ്ട്. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫർണിച്ചറെല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കി 2 ആൾക്കാർ പോയി. ഇനിയിപ്പോൾ ഓരോ കോർണറായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി ഒരുപാട് സെറ്റാക്കാനുണ്ട്. പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ഒരുങ്ങിയിട്ട് കിട്ടൂലല്ലോ. എന്നാലും കഴിവിൻ്റെ മാക്സിമം ഇങ്ങനെ ഒരുക്കിയെടുക്കുന്നുണ്ട്. കാരണം മക്കൾ ഉള്ളതുകൊണ്ട് ഒക്കെ എന്തായാലും ഒറ്റക്കാവില്ല. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിൽ പോകുന്നതിന് മുന്നേ ഇവിടെ ഏകദേശം ഓൾമോസ്റ്റ് റെഡിയാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ ഇലക്ട്രീഷ്യനും വരും, ഫാനെല്ലാം വെക്കാനുണ്ട്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. മാട്രസും ലൈറ്റെല്ലാം വാങ്ങാനുണ്ട്. അപ്പോൾ ഒന്ന് പുറത്ത് പോകണം. പിന്നെ വിശക്കുന്നുണ്ട്, വൈകുന്നേരമായി, ചായയെല്ലാം ഒന്ന് കുടിച്ചിട്ട് വരണം എന്നുള്ള രീതിയിൽ, ഇനി ബാക്കി പണി വന്നിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും മാറ്റിയിട്ട് ഇറങ്ങുന്നുണ്ട്. കുറേയെല്ലാം സെറ്റായി, കുറച്ച് സമയം കൊണ്ട് തന്നെ കുറേയെല്ലാം സെറ്റാക്കി. ഇനിയും കുറച്ച് സെറ്റാക്കാനേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും മാറ്റിയിട്ട് ഇറങ്ങി. റൂമിൽ കയറിയിട്ടേ ഇല്ല. കാരണം റൂമിൽ മെയിനായിട്ടുള്ളത് ഡ്രസ്സ് എടുത്ത് വെക്കുന്ന പരിപാടിയാണ്. പിന്നെ മാട്രസ് വാങ്ങിയിട്ട് മാട്രസ് ഇടണം. അപ്പോൾ റൂമിൻ്റെ അവസ്ഥ അങ്ങനെയാണുള്ളത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അക്യോരം നേരത്തെ പറഞ്ഞു വെച്ച ഷോപ്പിൽ അക്യോരം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് മാട്രസ് നോക്കാൻ വേണ്ടി ഒരു ഷോപ്പ് കയറി. ഒറ്റ ഷോപ്പിലാണ് കയറിയിരിക്കില്ല, നമുക്ക് ബഡ്ജറ്റിന് പറ്റിയൊരു മാട്രസ് കിട്ടി. നമ്മളത് അവിടെ ബുക്ക് ചെയ്ത് വെച്ച്. പിന്നെ നമ്മൾ ഒരു വെജ് മീ കയറി, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെജ് മീ കയറി. നല്ല പ്രൈസ് ഭയങ്കര കുറവാണ് ഇവിടെ, നല്ല ടേസ്റ്റുള്ള ഫുഡുമാണ്. അങ്ങനെ നമ്മൾ അവിടെ കയറി ഫുഡ് കഴിച്ച്. പിന്നെ ഓക്കൊരു ഹാങ്ങിങ് ലൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ റൂമിൽ മാറിയതല്ലേ, എൻ്റെ വക ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഓക്കെ ഇഷ്ടപ്പെട്ടൊരു ലൈറ്റ് വാങ്ങിയിട്ട് കൊടുത്ത്. പിന്നെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഇച്ചാനിക്കൊന്ന് ടീഷർട്ട് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അവിടെ കയറി. പിന്നെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇലക്ട്രീഷ്യൻ വന്ന് നമുക്ക് ലൈറ്റെല്ലാം വെച്ചാൽ നല്ല രസമുണ്ട്. അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചപ്പോൾ ഈ ഏരിയ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണെല്ലാം ഏകദേശം ഓൾമോസ്റ്റ് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പണിക്കാരെല്ലാം ഇതാക്കിയതല്ലേ, സാധനങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷൂറാക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതവൾ വാങ്ങി വെച്ച ഷൂറാക്ക്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇച്ചാൻ ഇവിടെ ടിവിയും ഒന്ന് സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ പണിയെല്ലാം ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് ബാക്കി വ്ളോഗൊന്നും എടുക്കാൻ വേണ്ടി പറ്റിക്കയില്ല. ഫുള്ള് ടയേർഡായിട്ട് ഉറങ്ങി. രാത്രിയായിട്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി നിന്നിക്കില്ല. ബാക്കി വീഡിയോസ് വെച്ചാൽ ബാക്കി എല്ലാവരും നമ്മൾ ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ച്. പിന്നെ ഞാൻ ഹോം ടൂറായിട്ട് എന്തായാലും എടുത്തതല്ലല്ലോ, ഹോം ടൂറായിട്ട് സെപ്പറേറ്റ് എടുക്കാമെന്നതുകൊണ്ട് ഞാനങ്ങനെ ഫുള്ളായിട്ട് പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ ഞായറാഴ്ച കഴിഞ്ഞ് ഇതിപ്പോൾ തിങ്കളാഴ്ച ഇവിടെ വിഷു ആയതുകൊണ്ട് യൂനു സദ്യ കൊണ്ടുവന്ന് 2 സദ്യ വാങ്ങി എന്നിട്ട് ഷെയർ ചെയ്ത് കഴിക്കാമെന്നുള്ള രീതിയിൽ. കാരണം ഒരു സദ്യക്ക് 35 ദിർഹംസ് വരുന്നത്. അപ്പോൾ പിന്നെ 2 സദ്യ വാങ്ങി. നമ്മൾ റൂമിൽ കപ്പയും ഉണ്ടാക്കി, കൂന്തൽ ഫ്രൈയും ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ഒരുമിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഉഷാറായിട്ട് ഫുഡെല്ലാം കഴിച്ച് അക്യോരം ഇന്നലെ വാങ്ങി അക്യോരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം നിറക്കണം.
മീൻ വാങ്ങിയിട്ടില്ല. മീൻ പിന്നെ വാങ്ങാന്നുള്ള രീതിയിൽ മീൻ വാങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ വെള്ളമെല്ലാം നിറച്ച് സെറ്റ് ചെയ്യണം. ഇനി ഈ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഉള്ള പണി ഈ ഡ്രസ്സ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഡ്രസ്സ് ഓരോന്നായിട്ട് ഓളം എടുത്ത് വെക്കുന്നുണ്ട്. അക്യോറിയം സെറ്റ് ചെയ്യാനായിട്ട് അക്യോറിയത്തിൽ ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം ഒഴിച്ച് വെക്കാനുണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിലെല്ലാം ഫോട്ടോസ് വെക്കണം. ഫ്രെയിമിൽ ആദ്യമുള്ള ഫ്രെയിമാണ്, പക്ഷേ ഓള് ഫോട്ടോ വെക്കാനോ ഇടാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഫോട്ടോ എല്ലാം ഇട്ടിട്ട് ഫ്രെയിമൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള പണിയും തീർത്ത് അലമാരെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ അക്യോറിയം ഒന്ന് ഫിഷ് ഇടുകയുണ്ട്. ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്റ്റുഡിയോയിൽ വന്ന് കുറച്ച് ഞാൻ സെലക്ട് ചെയ്ത ഫോട്ടോസ് എല്ലാം പ്രിൻ്റ് എടുപ്പിച്ച് ഇനി ഇട്ട് കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഇടുന്ന വീഡിയോ ഒന്നും ഇതിലില്ല. അതായത് ഞാൻ ഹോം ടൂറിൽ കാണിച്ചു തരാം എവിടെയെല്ലാം ഫോട്ടോ എങ്ങനെയെല്ലാം വെച്ചെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വ്ളോഗ്. ഇനി തിരിച്ചെനിക്ക് റൂമിലേക്ക് പോകണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.